കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 57ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദശകവും ഭംഗിയായി ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹം പ്രാർത്ഥിക്കുകയാണ്. ഹരി. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. നിൽക്കട്ടെ പേറ്റുനോവിൻ കഥ രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും. നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നേൻ. ഓം ജനകായ നമ. ഓം ജനയിത്രൈ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. 57ാമത്തെ ദശകത്തിൽ പ്രലംബാസുരവധം എന്ന് പറയുന്ന കഥയാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ എങ്ങനെയാണ് ആ കാളിയനെ അനുഗ്രഹിച്ചിട്ട് രമണകം എന്ന് പറയുന്ന ദ്വീപിലേക്ക് പറഞ്ഞയച്ചതെന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ ദശകത്തിൽ പറയുന്നതാണ് എങ്ങനെയാണ് ബലരാമനിലൂടെ അടുത്ത അസുരനെ ഭഗവാൻ നിഗ്രഹിക്കുന്ന കഥ എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, കൃഷ്ണാവതാരം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണുന്നതാണ് ഓരോരോ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട്, പ്രകൃതിയിലെ തന്നെ ഓരോരോ സ്വരൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഓരോരോ ആൾക്കാർ ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ, അല്ലെങ്കിൽ കൃഷ്ണൻ എന്നുള്ള ആ ഒരു ഭഗവാൻ ഭൂമിയിൽ വന്നത് തന്നെ എന്തിനാ? ദുഷ്ടനിഗ്രഹത്തിനും ആ ശിഷ്ടരക്ഷണത്തിനും. ഈ രണ്ട് ഉദ്ദേശം കൊണ്ടാണ് ഭഗവാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയാണ് എത്രയോ ദിവസം മാത്രം പ്രായമായിട്ടുള്ള സമയത്ത് പൂതനയെ വധിച്ചും കൊണ്ട് അപ്പോൾ മുതൽ ഭഗവാൻ കാണിക്കുന്നത് അത് തന്നെയാണ്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക, ശിഷ്ടന്മാരെ രക്ഷിക്കുക, തന്നെ ആശ്രയിച്ചവരെ രക്ഷിക്കുക, വിഷമിപ്പിക്കണ അല്ലെങ്കിൽ തെറ്റ് ചെയ്യണ ആൾക്കാരെ, ദുഷ്ടതരം കാണിക്കണ ആൾക്കാരെ അതിനനുസരിച്ച് ശിക്ഷിക്കുക. ഇതാണ് ഭഗവാന്റെ ആദ്യം മുതൽ നമ്മൾ കാണുന്ന ആ ഒരു ശൈലി. ഇവിടെ പറയണു, ഒരു ദിവസം നമ്മൾ പറഞ്ഞില്ലേ, അന്ന് ആദ്യം പശുക്കുട്ടികളെ മേച്ച് നടന്നിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായം എത്തിയ സമയത്ത്, 6-7 വയസ്സിൻ്റെ പ്രായം കേട്ടോ പറയണം, അല്ലാണ്ട് വല്ലാതെ മുതിർന്ന പ്രായമൊന്നുമല്ല. എന്തായാലും ആ പ്രായം എത്തിയപ്പോഴേക്കും ഇനി താൻ കുട്ടിയല്ല. അപ്പോൾ ആ ഭാവത്തിൽ പശുക്കുട്ടികളെ അല്ല, പിന്നെ പശുക്കളെ മേയ്ക്കാൻ തുടങ്ങിയെന്നാണ് പറയണത്. അങ്ങനെ ഒരു ദിവസം ജ്യേഷ്ഠൻ്റെ കൂടെ ബലരാമൻ ഉണ്ട് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാ. ബലരാമൻ ഇല്ലാണ്ട് രാമനീ കൂടെ കൂടാണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്, കൂടെ കൂട്ടാതെ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അങ്ങനെ എപ്പോഴാ? അധികവും നാഗങ്ങളുടെ അടുത്തേക്ക്. ഇപ്പോൾ കാളിയൻ്റെ അടുത്ത് പോയപ്പോൾ ബലരാമൻ കൂടെ ഉണ്ടായിരുന്നില്ലേ, അതേപോലെ അഘാസുരൻ്റെ അടുത്ത് പോണ സമയത്ത് ബലരാമനില്ല. അപ്പം അങ്ങനെ അങ്ങനത്തെ ചില സന്ദർഭങ്ങളിലല്ലാണ്ട് രാമൻ കൂടെ ഉള്ളപ്പോൾ അത് എടുത്ത് പറയണമല്ലോ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, രാമനെ കൂടെ കൂട്ടി അതേപോലെ മറ്റുള്ള ഗോപന്മാർ കൂട്ടുകാരുടെ കൂടെ പശുക്കളെയൊക്കെ കൊണ്ട് ആ വനത്തിലേക്ക് ഒരു ദിവസം പോയി എന്നാണ് പറയുന്നത്. ആ വനത്തിൻ്റെ ശോഭ, വൃന്ദാവനശ്രയം, വൃന്ദാവനത്തിൻ്റെ അവിടെയുള്ള ഐശ്വര്യം ഭഗവാൻ, നമ്മളിതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും ലക്ഷ്മി ദേവിക്ക് വരാണ്ടിരിക്കാൻ പറ്റുമോ? ഏത് സമയവും ആ ഭഗവാൻ എവിടെയാണോ അവിടെയാണ് ലക്ഷ്മിയിലെ. അപ്പോൾ അങ്ങനെ ആ ലക്ഷ്മിയുടെ ആ സാന്നിധ്യം കാരണം ഐശ്വര്യം വർദ്ധിച്ചിട്ടുള്ള ആ വൃന്ദാവനത്തിൽ ആ ശ്രീയെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട്, ഏട്ടന് കാണിച്ചു കൊടുത്തുകൊണ്ട് എന്നുള്ള മട്ടിൽ ഭഗവാൻ ഒരു ദിവസം ആ പശുക്കളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വന്നു എന്നാണ്. അങ്ങനെ അതിൽ നടക്കുന്ന സമയത്ത് ഒരു പേരാലിൻ്റെ, ഇവിടെ പറയുന്നുണ്ട് ഭാണ്ഡീരം എന്ന് പറയുന്ന ഒരു പേരാലിൻ്റെ ചോട്ടിലാണ് അന്ന് കളീന. അപ്പോൾ ഈ കോലും കുഴലും ഒക്കെ പിടിച്ചിട്ടുള്ള ഗോപന്മാർ അവരെല്ലാവരും കൂടി അവിടെ വട്ടിട്ടിരുന്ന് പശുക്കളെയൊക്കെ മേയ്ക്കാൻ വിട്ടിട്ട് അവിടുന്ന് കളിക്കുകയാണ്.
ഓരോരോ കളികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭഗവാനെ നിഗ്രഹിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിന് പറ്റിയ മാർഗം, ഇതുവരെ പലരും പല സ്വരൂപത്തിലും വന്നു, അവർക്കൊന്നും പറ്റിയില്ല. ഇവിടെ ഭഗവാന്റെ കൂട്ടുകാരോടാണ് ഭഗവാൻ ഏറ്റവും അധികം ഇഷ്ടം, അല്ലേ? അപ്പോൾ ഏത് സമയം അവരുടെ കൂടെ കാണാൻ സാധിക്കുക. അപ്പം അങ്ങനെയുള്ള ആ ഒരു കൂട്ടുകാരൻ്റെ, ഒരു ഗോപൻ്റെ സ്വരൂപം എടുത്ത് വന്നു കഴിഞ്ഞാൽ ഭഗവാനെ എന്തായാലും അടുത്തു കൂടാൻ പറ്റും. അങ്ങനെ തക്കം കിട്ടുന്ന സമയത്ത് ഭഗവാനെ നിഗ്രഹിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചും കൊണ്ട് പ്രലംബൻ എന്ന് പറയുന്ന അസുരൻ അവിടെ ഒരു ഗോപകുമാരൻ്റെ വേഷം സ്വീകരിച്ചും കൊണ്ട് ഭഗവാന്റെ നേർക്ക് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന സമയത്ത് ഭഗവാൻ ഇപ്പം എല്ലാം അറിയണ ആളല്ലേ. ഭഗവാന്റെ അടുത്തുനിന്ന് ഒന്നും നമുക്ക് മറയ്ക്കാൻ സാധിക്കില്ല. എല്ലാ സത്യങ്ങളും എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കണ ആ ഒരു CCTVൻ്റെ അടുത്തുനിന്ന് നമുക്കൊന്നും മറയ്ക്കാൻ പറ്റില്ല. അപ്പം എല്ലാറ്റിനും സാക്ഷിയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന് മനസ്സിലായി ഇത് സാധാരണ ഗോപബാലനല്ല, ഇതാരാണ്, പ്രലംബൻ എന്ന് പറയുന്ന ജീവാത്മാവാണ്. ഇതൊക്കെ ഭഗവാന് കണ്ടാൽ അറിയാം. പക്ഷേ അസുരൻ എന്താ വേണ്ടത്? ഭഗവാൻ അറിഞ്ഞില്ല എന്നടിക്കണം. അപ്പോൾ പിന്നെ ഭഗവാൻ അതല്ലേ ചെയ്യുള്ളൂ. ഭക്തന്മാർക്ക് എന്താണോ വേണ്ടത് അതേപോലെയാണ് ഭഗവാൻ ചെയ്യുക. അപ്പോൾ ആ അസുരന് വേണ്ട പോലെ ഭഗവാൻ അസുരനാണെന്ന് അറിയണ മട്ട് പുറത്തേക്ക് കാണിക്കാണ്ട് അറിയാണ്ട് നിന്നും കൊണ്ട് ആ അസുരൻ്റെ കൂടെ സൗഹൃദം സ്ഥാപിച്ച പോലെയൊക്കെ ആ മറ്റുള്ള ഗോപകുമാരന്മാരുടെ കൂടെ ഈ കുട്ടീനെയും കൂട്ടി എല്ലാവരും കൂടി കളിക്കുക എന്നുള്ള മട്ടിൽ അങ്ങനെ പുറപ്പെട്ടു എന്നാ. അപ്പോൾ ആ പേരാലിൻ്റെ അടിയിൽ നിന്നിട്ടാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ കളിക്കുന്ന സമയത്ത് പുതിയൊരു കളി പറഞ്ഞു എന്നാ ഭഗവാൻ. എന്താ? നമുക്ക് ദ്വന്ദ്വയുദ്ധം ചെയ്യാന്നാ. ദ്വന്ദ്വയുദ്ധം എങ്ങനെയാ? അവിടെ പറയുന്നുണ്ട്, രണ്ടായിട്ട് ചേരി തിരിച്ചു എന്നാ പറയണത്. ഒരു സംഘം ഭഗവാന്റെ കൃഷ്ണന്റെ സംഘത്തിലുള്ള കുട്ടികൾ, മറ്റേ സംഘം ബലരാമന്റെ സംഘത്തിലുള്ള കുട്ടികൾ. അങ്ങനെ രണ്ടായിട്ട് ചേരി തിരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി രണ്ട് ഭാഗത്തുനിന്നും ദ്വന്ദ്വയുദ്ധം ചെയ്യുക. അപ്പൊ ദ്വന്ദ്വയുദ്ധം ചെയ്യണ സമയത്ത് എന്താ? തോൽക്കണ ആള് ജയിക്കണ ആളെ പുറത്തേറ്റിയും കൊണ്ട് ഓടണം. ഇതാണ് നിബന്ധന. അപ്പോൾ ഈ അസുരന് ഭഗവാനെ പേടിയാ. അപ്പോൾ ഭഗവാനെ പേടിയുള്ള കാരണം ഭഗവാന്റെ എതിരെയുള്ള സംഘത്തിൽ, അതായത് രാമന്റെ സംഘത്തിൽ നിൽക്കാൻ പേടിയുണ്ട്. അപ്പോൾ ഭഗവാൻ ഇത് മനസ്സിലായി, എന്നെ പേടിയുണ്ട്, എന്നാൽ പിന്നെ എൻ്റെ കൂടെ നിന്നോട്ടെ, കുഴപ്പമില്ല. എന്നെ ആശ്രയിക്കുന്ന ആളെ എപ്പോഴും കൂടെ നിർത്തുന്ന ആളാണ് ഭഗവാൻ. അങ്ങനെ ആ ഭഗവാനെ പേടിയുണ്ട്. അവിടെ ഭഗവാനെ അഭയം പ്രാപിക്കണ പോലെ ഒരു ഇത് വന്നപ്പോൾ എന്ത് ചെയ്തു? എന്നാൽ ശരി, എൻ്റെ സംഘത്തിൽ കൂടിക്കോളും. അപ്പം രാമന്റെ കൂട്ടത്തിലുള്ള ഒരാളുടെ കൂടെയാണ് അപ്പോൾ യുദ്ധം ചെയ്യേണ്ടത്. അപ്പോൾ രാമന്റെ കൂടെ തന്നെയാണ് യുദ്ധം ചെയ്തതാണ്. രസം ഉണ്ടായതെന്ന് വെച്ചാൽ ദ്വന്ദ്വയുദ്ധത്തിൽ ഭഗവാൻ ശ്രീരാമാവ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ കൂടെ യുദ്ധത്തിന് പോയി. ഈ പ്രലംബാസുരൻ യുദ്ധം ചെയ്തത് രാമനോടാണ്, ബലഭദ്രസ്വാമിയോടാണ്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഭഗവാൻ എന്ത് ചെയ്തു? ശ്രീരാമാവിൻ്റെ മുന്നിൽ തോറ്റുകൊടുത്തു എന്നാ. ഇതിനു മുൻപ് നമ്മൾ അംബരീഷിൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആ ഭഗവാൻ എന്നും ഭക്തദാസനാവാനാണ് ഇഷ്ടം എന്നാ. അപ്പോൾ അത്ര സ്നേഹമാണ് ശ്രീരാമാവിന്. ആ ഭഗവാനോട് അത്രയും ഇഷ്ടമാണ്, അത്രയും കൂട്ടാണ്. അങ്ങനെയുള്ള ആ ഭക്തന്റെ ദാസനായും കൊണ്ട് താൻ പരാജിതനായി കൊടുത്തു എന്നാ. അങ്ങനെ ആ ശ്രീരാമാവിനെ പുറത്തേറ്റിയും കൊണ്ട് ഭഗവാൻ ഓടാൻ തുടങ്ങി നിബന്ധന അനുസരിച്ച്. അതേപോലെ ബാക്കിയുള്ള കുട്ടികളും അതെ, തോറ്റോരൊക്കെ ജയിച്ച ആൾക്കാരെ പുറത്തേറ്റിയും കൊണ്ട് ഓടാൻ തുടങ്ങി. ആ സമയത്ത് ഈ രാമനും പ്രലംബാസുരനും തമ്മിലുള്ള യുദ്ധത്തിൽ രാമനാണ് ജയിച്ചത്. ബലം കൂടുതൽ ബലരാമനാണല്ലോ, അതുകൊണ്ടല്ലേ ആ പേര് വന്നത്. അപ്പോൾ ആ പ്രലംബൻ എന്ത് വേണ്ടി വന്നു? ഈ രാമനെ ഏറ്റിയും കൊണ്ട് ഓടേണ്ടി വന്നു. ഓടണ സമയത്ത് പറഞ്ഞല്ലോ, ഭഗവാനെ ഭയാണ് അസുരന്. അപ്പോൾ ഭഗവാന്റെ അടുത്തുനിന്ന് എത്ര ദൂരേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്ര ദൂരേക്ക് കൊണ്ടുപോകാന്നുള്ള മട്ടിൽ ഈ രാമനെ എടുത്തും കൊണ്ട് ഭഗവാൻ നിൽക്കുന്ന സ്ഥാനത്തുനിന്ന് ദൂരെ അങ്ങോട്ട് ഓടാൻ തുടങ്ങി എന്നാണ് പറയണത്. ഇങ്ങനെ ഓടി തുടങ്ങിയപ്പോൾ രാമന് മനസ്സിലായി എന്തോ പന്തികേടുണ്ട്. കാരണം ഇതിപ്പോൾ കൃഷ്ണന്റെ അടുത്തുനിന്നല്ല, കൃഷ്ണനെ അകറ്റിയും കൊണ്ടാണ് ഓടുന്നത്. അപ്പോൾ അതെന്തോ അപകടമാണെന്ന് മനസ്സിലായപ്പോൾ രാമൻ എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പം രാമനെ ചുമലിലേറ്റിയും കൊണ്ടാണ് അസുരൻ ഓടുന്നത്. രാമന് ഭാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ അസുരന് ബുദ്ധിമുട്ടാവും. അപ്പോൾ രാമൻ ഇങ്ങനെ ഭാരം വർദ്ധിപ്പിച്ച സമയത്ത് അസുരൻ എന്ത് ചെയ്തു? തൻ്റെ ശരിക്കുള്ള സ്വരൂപം അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നാ. അപ്പോൾ ആ വളരെ ആകാശമുട്ടയുള്ള ആ ഭീകരമായിട്ടുള്ള സ്വരൂപം അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ കഴുത്തമ്മലാണ് ഇപ്പോൾ രാമൻ തൂങ്ങിയിരിക്കുന്നത്. പെട്ടെന്ന് ഈ സ്വരൂപം കണ്ടപ്പോൾ രാമൻ അടക്കം ഒന്ന് പേടിച്ചു പോയി എന്നാ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭാവമാറ്റവും താൻ ഇതുവരെ ഒരു ഗോപബാലനാണെന്നല്ലേ വിചാരിച്ചിരുന്നത്. പെട്ടെന്ന് ആ ആകാരം വർദ്ധിച്ചു ഭീകര സ്വരൂപം കണ്ടപ്പോൾ രാമനും ഒരു നിമിഷത്തിനൊന്ന് പേടിച്ചു പോയി എന്നാ. പക്ഷേ ഈ പറഞ്ഞത്, അസുരൻ്റെ ആ ആകാരം വർദ്ധിപ്പിച്ച സമയത്ത് ആ ഉയർച്ച കൂടിയല്ലോ, ആകാശമുട്ടിയുള്ള സ്വരൂപമാണ്. അപ്പോൾ ആ കഴുത്തുമ്മൽ നിൽക്കണ ആ ബലരാമന് ദൂരെ നിന്ന് കൃഷ്ണനെ കാണാൻ പറ്റിയെന്നാ.
ആ ആകാരം ഉച്ചത്തിലായത് കാരണം, ഉയർന്ന സ്വരൂപമായത് കാരണം മുകളിൽ നിന്നും കൊണ്ട് താഴെ നിൽക്കുന്ന കൃഷ്ണനെ കാണാൻ പറ്റിയെന്ന. അങ്ങനെ കാണാൻ പറ്റിയപ്പോൾ കൃഷ്ണനെ അങ്ങോട്ട് കണ്ടു. ഭഗവാന്റെ ആ ഒരു എന്താ പറയുക, ഭഗവാന്റെ ആ മുഖം, ആ പുഞ്ചിരി അങ്ങോട്ട് കണ്ട സമയത്ത് തന്നെ ഭയമൊക്കെ മാറി ബലരാമന്. പിന്നെന്താ, സംശയമൊന്നുമില്ല, ഭഗവാനെ ആശ്രയിക്കണ ആദിശേഷൻ തന്നെയാണ് ബലരാമൻ. ഭഗവാന്റെ ആ ഒരു പുഞ്ചിരി, ആ ഒരു കടാക്ഷം കണ്ട സമയത്ത് പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. മുഷ്ടി ചുരുട്ടി ആ ശിരസ്സിന് തന്നെ നല്ലൊരു ഇടി അങ്ങോട്ട് വെച്ചു കൊടുത്തു. അതോടുകൂടി പ്രലംബന്റെ കഥ അവിടെ കഴിഞ്ഞു. അങ്ങനെ ആ അസുരനെ നിഗ്രഹിച്ചും കൊണ്ട്, മഹാവീരനായിട്ടുള്ള ആ ദുഷ്ടനായിട്ടുള്ള അസുരനെ നിഗ്രഹിച്ചും കൊണ്ട് ജ്യേഷ്ഠൻ തന്നെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഭഗവാന് വളരെയധികം സന്തോഷം ഉണ്ടായിന്ന. ആ പ്രശംസിച്ചും കൊണ്ട് ബലരാമനെ ഭഗവാൻ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി രാമനും കൃഷ്ണനും കൂടി അങ്ങനെ ആഹ്ലാദത്തോടെ നിൽക്കുന്ന സമയത്ത് ദുഷ്ടനായിട്ടുള്ള ഈ പ്രലംബനെ വധിച്ചിട്ട് ലോകത്തിനെ രക്ഷിച്ചു എന്നുള്ള മട്ടിൽ സന്തോഷിച്ചും കൊണ്ട് ദേവന്മാരെല്ലാവരും ഈ രണ്ടുപേരുടെയും ശിരസിൽ പുഷ്പവൃഷ്ടി നടത്തിയെന്നും പറയുന്നു. ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് ഈ ഒരു കഥയും അതെ, ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റും അതേ ഭഗവാൻ എഴുതിയില്ലേ. തൻ്റെ കൈകൊണ്ടല്ല, രാമൻ്റെ കൈകൊണ്ട് പ്രലംബൻ എന്നുള്ള അസുരന് മോക്ഷം കൊടുക്കാനുള്ള ആ ഒരു സ്ക്രിപ്റ്റും ഭഗവാൻ ഭംഗിയായിട്ട് എഴുതി. അപ്പോൾ അതും രചിച്ച ഹേ ഗുരുവായൂരപ്പ, അതും നടത്തി വിജയിച്ച ഹേ ഗുരുവായൂരപ്പ, അടിയൻ്റെ രോഗങ്ങൾ മാറ്റാൻ കാലതാമസം കാണിക്കരുതേ, അടിയൻ്റെ ക്ലേശങ്ങൾ മാറ്റാൻ കാലതാമസം കാണിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇവിടെ ഭഗവാനെ ഉപമിക്കുന്നുണ്ട്. കരിവണ്ടിൻ്റെ നിറാണെന്ന അത്ര ഭംഗിയുള്ള, അത്ര സൗന്ദര്യ സ്വരൂപനായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, അടിയൻ്റെ ആ ദുഃഖങ്ങൾ മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് മേൽപ്പത്തൂർ ഈ ദശകം സമർപ്പിക്കുകയാണ്. നമുക്കും അതേ ഈ ദശകം ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. രാമസഖക്വാഭിദിനെ കാമദ ഭഗവൻ ഗതോ ഭവാൻ വിപിനം സൂനുഭിരപി ഗോപാനാം ധേനുഭിരഭിസംവൃതോ ലസദ്വേഷ സന്ദർശയൻ ബലായ സ്വൈരം വൃന്ദാവനശ്രിയം വിമലാം കാണ്ഡീരൈ സഹ ബാലൈ ഭാണ്ഡീരകമാഗമോ വടം ക്രീഡൻ താവത്താവക നിധനസ്പൃഹയാലുർഗോപമൂർത്തിരദയാലു ദൈത്യപ്രലംബനാമാ പ്രലംബബാഹും ഭവന്തമാപേദേ ജാനന്നപ്യവിജാനന്നിവ തേന സമം നിബദ്ധ സൗഹാർദ്ദ വടനികടേ പടു പശുപവ്യാബദ്ധം ദ്വന്ദ്വയുദ്ധമാരബ്ധാ ഗോപാൻ വിഭജ്യ തന്വൻ സംഘം ബലഭദ്രകം ഭവത്കമപി ത്വദ്ബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വമന്യഥാ ഭഗവൻ കൽപ്പിതവിജേതൃവഹനേ സമരേ പരയൂഥകം സ്വദയിതതരം ശ്രീരാമാനമധർത്താ പരാജിതോ ഭക്തദാസതാം പ്രഥയൻ ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു രാമവിജിതപ്രലംബോ ജഹാരതം ദൂരതോ ഭവദ്ഭീത്യാ त्वद्दूरं गमयन्दं तं दृष्ट्वा हलिनिविहितगरिमभरे दैत्यस्वरूपमागात् यद्रूपात् स हि बलोऽपि चकितोऽभूत् उच्चतया दैत्यतनो त्वन्मुखमालोक्य दूरतो राम विगतभयो दृढमुष्ट्या भृशदुष्टं सपदि पिष्टवानेनं हत्वा दानववीरं प्राप्तं बलमालिलिङ्गितः प्रेम्णा तावन्मिळतोर्युवयो शिरसि कृता पुष्पवृष्टिरमरगणैः आलम्बो भुवनानां प्रालम्बं निधनमेव मारचयन् कालं विहाय सद्यो लोलम्बरुजे हरे हरे क्लेशान्. ഗുരുവായൂരപ്പാ ശരണം.